ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ വിമലഗിരിയിൽ കാറ്റുപാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ വിമലഗിരിയിൽ നമ്മുടെ ചാപ്പ സിറ്റി വന്നതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് കട്ടെടുത്ത് അവിടെ ഒരു ട്രാൻസ്ഫോമറൊക്കെ ഉണ്ട്, കറക്റ്റായിട്ട് കാണാം. നമ്മൾ ലൊക്കേഷൻ കാണിച്ചു തരും. അവിടുന്ന് ലെഫ്റ്റ് കട്ടെടുത്ത് നമുക്ക് നേരെ വരുന്നത് ഈ കാറ്റുപാറയിലേക്കാണ്. ഈ കാറ്റുപാറയിലെ പ്രത്യേകത എന്നാണെന്നറിയാമോ? അപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ എയറോപ്ലെയിനൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഫ്ലൈറ്റ്. അതേപോലെ തന്നെ ഒരു വിമൽ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഈ ഒരു പാറയുടെ മുകളിൽ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിനിപ്പോൾ പ്ലെയിൻ പാറ എന്ന് പറഞ്ഞാലും അറിയും. അപ്പോൾ അദ്ദേഹം തന്നെ കൊടുത്തേക്കുന്നതാണ് കാറ്റുപാറ മാജിക് പ്ലാന്റ്. അപ്പോൾ ഈ കാറ്റുപാറ മാജിക് പ്ലാന്റിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ചാപ്പ സിറ്റിയിൽ നിന്ന് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്ലെയിൻ പാറയോട് അടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനപ്പുറത്താണ് കയറി വന്നപ്പോൾ ഇവിടെ ഒരു കുരിശുമലയാണെന്ന് തോന്നുന്നു, ഒരു ചെറിയ ചാപ്പൽ പോലെ എന്തോ കാണുന്നുണ്ട്. കുരിശുമലയാണെന്ന് തോന്നുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രദേശമൊക്കെ നല്ല തേക്കുമരമൊക്കെ ഉണ്ട് നന്നായിട്ട് കേട്ടോ. പിന്നെ മരങ്ങളൊക്കെ പൂത്ത് നിൽക്കുന്നത് കാണാം. ഇനി നമ്മളിതിന് കുറച്ചുകൂടെ മുമ്പോട്ട് കയറി പോകുമ്പോഴാണ് നമ്മുടെ പ്ലെയിൻ പാറ. ഇതാണ് നമ്മുടെ കാറ്റുപാറ മാജിക് പ്ലാന്റ്. നമ്മുടെ വിമലയേട്ടൻ കൈപ്പണിയാൽ തീർത്ത അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ പിന്നിൽ കണ്ടോ, കാറ്റുപാറ അദ്ദേഹം ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ടോ, എഴുതി വെച്ചേക്കുന്നുണ്ടോ. നമ്മളൊരു ചെറിയൊരു കാറ്റാടിയൊക്കെ സെറ്റ് ചെയ്ത് പോളിയാക്കി വെച്ചേക്കുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്ലെയിൻ. കംപ്ലീറ്റ് കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിമലഗിരി പള്ളിയൊക്കെ കാണാൻ സാധിക്കും ദൂരെ. അപ്പോൾ നമുക്ക് നേരെ നോക്കുമ്പോഴാണ് കാണാവുന്നത്. ഈ മരത്തിന് പുറകിലാണ്. പിന്നെ ഇതുണ്ടോ, അപ്പോൾ ഇവിടുത്തെ ഈ പ്ലെയിൻ പാറ എന്ന് പറയും. ഈ കാഴ്ചകളൊക്കെ കാണാനാണ് ജസ്റ്റ് ഒന്ന് വന്നത്. നല്ല എഫോർട്ട് എടുത്താണ് അദ്ദേഹം അതിൽ ചെയ്ത് വെച്ചേക്കുന്നത്. കണ്ടോ, ഇവിടെ ഒരു ചെറിയ കുളത്തിനോട് ചേർന്ന് പ്ലെയിൻ. ഇപ്പോൾ ചെറിയൊരു ഷെൽട്ടർ വീടൊക്കെ ഉണ്ട് കേട്ടോ. അദ്ദേഹം തന്നെ ചെയ്ത് വെച്ചേക്കുന്നത്. കൊക്ക്, അതുപോലെ മാന്, ഇതൊക്കെ ഉണ്ടോ. പിന്നെ ഒരു പ്ലാവിൻ്റെ രീതിയിൽ ചക്കയൊക്കെ നിൽക്കുന്ന ഒരു പ്ലാവ് മുറിച്ചതൊക്കെ വെച്ചേക്കുന്നുണ്ടോ. അപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിതൊക്കെ ഒന്ന് തുറന്ന് കാണിച്ചേനെ. ഇവിടെ വന്നതിന് ശേഷമാണ് കോൺടാക്ട് നമ്പറൊക്കെ കിട്ടുന്നത് തന്നെ. ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിങ്ങ് പോകുന്ന ചെയ്ത് വെച്ചേക്കുന്ന ആർട്ട് വർക്കൊക്കെ പക്ക ആയതുകൊണ്ടോ. മരത്തിൽ ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. പിന്നെ സ്റ്റേ ചെയ്യാനുള്ളൊരു ചെറിയൊരു വീട് ഇതുണ്ടോ. മാക്സിമം നാച്ചുറലായിട്ടെല്ലാം ചെയ്തേക്കുന്നുണ്ടോ. പിന്നെ ഇവിടെ മാക്സിമം മരങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇതുകൊണ്ടോ ചെയ്തു വെച്ചേക്കുന്ന ആർട്ടുകൾ. ഇപ്പോൾ മുകളിലോട്ട് വരുമ്പോൾ നമുക്ക് ഇത് എന്താണെന്ന് അറിയില്ല. ഉണ്ടോ ഏർമാടം. അതിൻ്റെയൊക്കെ കാഴ്ചകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. എന്നാ കിടുക നോക്കി. കാരണം മാക്സിമം നാച്ചുറുമായിട്ട് ഇടപഴകിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത് ചെയ്തേക്കുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഓ, അടിപൊളി കേട്ടോ. ഇതൊക്കെ ചെയ്തു വെച്ചേക്കുന്ന എന്നാ കിടുകട്ടോ നോക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാൾ ഇവിടെ നിന്നിട്ട് ഇവിടെ വന്ന് കാണാതിരുന്നത് വളരെ മിസ്സായി പോയൊരു കാഴ്ച കേട്ടോ. നല്ല അടിപൊളിയാണ്, നല്ല എക്സലൻ്റ്. ഇവിടെ വരാതിരുന്നത് വലിയ നഷ്ടമായി പോയിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട്. കാരണം അദ്ദേഹം കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായനെ. ഇവിടെയുള്ള മരങ്ങളിലൊക്കെ അത്യാവശ്യം വരുന്നവർക്കൊക്കെ ഇരിക്കേണ്ടതുണ്ട്. ഊഞ്ഞാലൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ താഴെ ഞാൻ ഇൻട്രോ എടുത്തതും ഇതുപോലൊരു ഊഞ്ഞാലിലിരുന്ന് ആടിക്കൊണ്ടാണ്. നല്ല മനോഹരമായ ഒരു ആർട്ട് വർക്കാണ്. കാരണം ഇതിനകത്ത് ഇരുന്ന് ചായ കുടിക്കാനൊക്കെ ഉള്ള ഫെസിലിറ്റികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു രീതിയിലാണ് അദ്ദേഹം ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് മെയിൻ റോഡിൽ നിന്നൊക്കെ ഏകദേശം ഒരു 2-3 കിലോമീറ്റർ കയറി വരണമെന്ന് തോന്നുന്നു. അതുപോലെ ഞങ്ങൾ നമ്മുടെ സ്കൂട്ടിക്ക് കയറി വന്നത് ഇങ്ങോട്ട് ഫുൾ ഓഫ് റോഡാണ്. അപ്പോൾ ഇതിന് തൊട്ട് താഴെ ഒരു ചാപ്പലുണ്ട്. അതൊക്കെ കാണാനൊക്കെ ആണ് ഏറ്റവും ഭംഗി. അടിപൊളിയല്ലേ. അപ്പോൾ കാറ്റുപാറ കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു വിമാനത്തിൻ്റേതായ രീതിയിലുള്ള ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു വർക്ക് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ താഴത്തെ പ്രദേശങ്ങളിലൊക്കെ നോക്കുവാണെങ്കിൽ നല്ല
ഇവിടെ നിന്ന് തെങ്ങിൻ തോട്ടങ്ങൾ കാണാം. അതോടൊപ്പം തന്നെ നമുക്ക് ദൂരോട്ട് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന വാഴത്തോപ്പ് പള്ളിയുടെ ഭാഗത്ത് എവിടെയായിട്ട് കാണാം. പിന്നീട് മരിയാപുരം ജംഗ്ഷൻ ഇവിടെ വന്ന കുറേ ഭാഗങ്ങൾ കാണാം. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ വിമലഗിരിയുടെ കുറേ ഭാഗങ്ങൾ കാണാം. അങ്ങനെ നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുക. എങ്ങനെയായാലും നമുക്ക് ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോഴാണിത് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ സാധിക്കുക. കാരണം ഈ ഒരു പ്രകൃതിയോട് ഇണങ്ങിയ ഈ ഒരു കാഴ്ച കാണാൻ എത്ര തന്നെ കണ്ടാലും കൊതി മാറില്ല, അത്രയ്ക്ക് ഭംഗിയാട്ടോ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നമ്മുടെ കാറ്റുപാറയിൽ നിന്ന് ഇറങ്ങുകയാണ്.